മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 18-ാം സങ്കീർത്തനം 20-ാം തിരുവാക്യം. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തിയെക്കുറിച്ച് നമ്മോട് പറയുകയാണ്. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. നമ്മുടെ കർത്താവ് പ്രതിഫലങ്ങളുടെ ദൈവമാണ്. നമ്മൾ കർത്താവിനെ പ്രതി എന്ത് ചെയ്താലും അതൊന്നും പാടല്ല. കർത്താവിൻ്റെ കരങ്ങളിൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമ്മെ കൂടുതൽ ആനന്ദമുള്ളവരാക്കും, പ്രത്യാശയുള്ളവരാക്കും. നമ്മുടെ മനസ്സിൻ്റെ സകല ഭാരങ്ങളെയും നമുക്ക് വിട്ടുകളയാം. നമ്മെ വിഷമിപ്പിക്കുന്ന സകല ദുഃഖ ദുരിതങ്ങള് കർത്താവിന് നമുക്ക് ഏൽപ്പിക്കാം. ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. 10,000ങ്ങളിലേക്ക് മഹത്വത്തിൻ സാന്നിധ്യമായി കർത്താവ് ഇറങ്ങി വരുന്ന കൃപയുടെ നിമിഷം. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. യേശു പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചുകൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഈ വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. അങ്ങ് പ്രതിഫലം നൽകുന്ന ദൈവമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കണമേ, ആവശ്യങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ നദി പോലെ ഒഴുകപ്പെടുന്ന സമയം. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ കൃപ കൊണ്ട് നിറയട്ടെ. നമ്മുടെ തലമുറകൾ കർത്താവിന്റെ കൃപയാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ കൃപയുടെ തീപ്പന്തങ്ങളായി മാറട്ടെ. കരമടിച്ച് ഒരുമിച്ച് പാടി ആരാധിക്കുന്നു. We worship Lord. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. Bless Lord. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കർത്താവേ, ഞങ്ങളെ കരം പിടിച്ച് നയിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ആ ബോധ്യത്തോടെ പാടി ആരാധിച്ചേ. കർത്താവേ, പകരുക നിന്റെ ജനത്തിനുമേ, ആത്മാവിനെ വർഷിക്കണമേ. സകല കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. ലോർഡ്, anoint. കൃപയാൽ എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. യേശുവേ, വചനമയച്ച് രോഗികളെ സൗഖ്യമാക്കണം. വചനമയച്ച് ശാപക്കെട്ടുകളെ പൊട്ടിക്കണമേ. അനശ്വരമായ വചനമ
അതിശയമായി നടത്തിയിടുന്നു. കർത്താവിന്റെ കരം പിടിച്ച് ആനന്ദത്തോടെ പാടി പ്രാർത്ഥിച്ചേ. അതിശയമായി കരങ്ങൾ ഉയർത്തി അടിച്ച് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ. പകരുക പകരുക. പതിനായിരങ്ങളിലേക്ക് ജനലക്ഷങ്ങളിലേക്ക് അനേകം കുടുംബങ്ങളിലേക്ക് പകരുക. കർത്താവേ, നിന്റെ സാന്നിധ്യം ഇടിമിന്നൽ പോലെ പ്രവഹിക്കട്ടെ. കൃപയാലേ 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 കൃപയാൽ അനുദിനവും. ഗ്ലോറി ഗ്ലോറി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും ഈശോയേ കൃപയാൽ അനുദിനവും. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന് ഇരുമ്പലോടെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, നിന്റെ സാന്നിധ്യം പതിനായിരങ്ങളിലേക്ക് പകരണമേ. കർത്താവിന്റെ സാന്നിധ്യമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പൊതിയണമേ. കർത്താവിന്റെ സാന്നിധ്യമേ, സാത്താൻ അടിസ്ഥാനങ്ങളെ തകർക്കണമേ. കർത്താവിന്റെ സാന്നിധ്യമേ, തലമുറകളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ വിശ്വസ്തതകളെയും പരിഹരിച്ച് ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. കർത്താവ്, ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കാക്കുന്ന കർത്താവേ, വിശ്വസ്തതയുടെ മേലകിക്കൊണ്ട് ഞങ്ങളെ പുതപ്പിക്കണമേ. ദൈവ സാന്നിധ്യത്തിന്റെ തീ പതിനായിരങ്ങളിൽ പടരട്ടെ. റിലീസ് റിലീസ് your presence, your anointing. Glory glory glory. ആമേൻ. കരം നീട്ടി ജനത്തെ അനുഗ്രഹിച്ചതിനായി, അനേകരുടെ കണ്ണീര് കണ്ട് അവരുടെ ആവശ്യങ്ങൾ ആശീർവദിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. വിശ്വസ്തതയുടെ പുതപ്പ് ഞങ്ങളെ അണിയിപ്പിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഈ നിയോഗത്തിനായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. കഴിഞ്ഞ ആഴ്ചയിൽ കിരീടങ്ങളും പ്രതിഫലങ്ങളും എന്നുള്ള വചനധ്യാനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കാണുകയായിരുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കിരീടങ്ങളും പ്രതിഫലങ്ങളും. തന്നോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന കിരീടങ്ങളും പ്രതിഫലങ്ങളും. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 12-ാം തിരുവചനം. ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അപ്പോസ്തലനായ യോഹന്നാനെ കർത്താവ് ദർശനം നൽകുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി സമ്മാനം നൽകുവാനാണ് ഞാൻ വരുന്നത്. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് വേണ്ട പ്രതിഫലമുണ്ടെന്ന് ആവർത്തിച്ച് ഈ വചനം പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന 5 കിരീടങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 2 കിരീടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമതായി ദ ക്രൗൺ ഓഫ് ലൈഫ്, ജീവന്റെ കിരീടം. ജീവന്റെ കിരീടം
ആർക്കാണ് കർത്താവ് നൽകുന്നത്? യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ പരീക്ഷകൾ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം അവനു ലഭിക്കും. ആർക്കുള്ളതാണ് ജീവന്റെ കിരീടം? കർത്താവിനെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. ആരൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ് ദ ക്രൗൺ ഓഫ് ലൈഫ്. നമ്മുടെ സ്വന്തം ജീവിതത്തെക്കാൾ എത്രയോ അധികമായി നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. നമുക്കുള്ളതിനേക്കാൾ എത്രയോ ഉപരിയായി നാം കർത്താവിനെ സ്നേഹിക്കുമ്പോഴാണ് ഈ കിരീടം നമുക്ക് ലഭിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വചനത്തിൽ ഇതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് സംസാരിച്ചത്. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. കർത്താവിനെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവർ അത് കണ്ടെത്തും. എന്ത് കണ്ടെത്തും? ജീവൻ കണ്ടെത്തും. അങ്ങനെയുള്ള ആത്മാക്കൾക്കാണ് ഈ കിരീടം സ്വർഗം സമ്മാനിക്കുന്നത്. കർത്താവിനെ പ്രതി ലോകസുഖങ്ങൾ ഉപേക്ഷിച്ചവരെ, കർത്താവിനെ പ്രതി സമ്പത്ത് നഷ്ടപ്പെടുത്തിയവരെ, കർത്താവിനെ പ്രതി ആരോഗ്യം കളഞ്ഞവരെ, കർത്താവിനെ പ്രതി കുടുംബത്തെ പോലും വിട്ടുകളഞ്ഞവരെ, കർത്താവിനെ പ്രതി മരണമടഞ്ഞവരെ, രക്തസാക്ഷികളൊക്കെ അതിൽപ്പെടുന്നവരാ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് കർത്താവ് നൽകുന്ന സമ്മാനമാണ് ജീവന്റെ കിരീടം. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് ഉറച്ചു നോക്കും. പരിശുദ്ധാത്മത ഉറച്ചു നോക്കും. സ്വർണം അതെന്തുമാത്രം അത് പ്യൂറാണ് എന്നറിയാൻ വേണ്ടി അത് ഉറച്ചു നോക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ നമ്മെ കടത്തിവിട്ട് കർത്താവ് ഉറച്ചു നോക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട്, നമ്മുടെ സഭാത്മക ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, നമ്മുടെ സമർപ്പിത ജീവിതത്തിൽ, നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ കർത്താവ് ഇത് ഉറച്ചു നോക്കും. അവിടെയെല്ലാം വിശ്വസ്തപൂർവ്വം ജീവിക്കുന്നവർക്ക് മാത്രമാണ് ജീവന്റെ കിരീടം ലഭിക്കുകയുള്ളൂ. നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ കുടുംബജീവിതം നയിച്ചത് കൊണ്ടോ, നമ്മൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സമർപ്പിത ജീവിതം നയിച്ചത് കൊണ്ടോ നമുക്ക് ഈ പ്രതിഫലം സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവർക്കുള്ളതാണ് ദ ക്രൗൺ ഓഫ് ലൈഫ്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വചനത്തിൽ നമുക്കിത് കാണാൻ കഴിയും. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. സ്മിർനയിലെ സഭയെ നോക്കി കർത്താവ് പറയുക, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ഞാൻ നിനക്ക് ജീവന്റെ കിരീടം നൽകും. ജീവന്റെ കിരീടം ലഭിക്കുവാൻ വേണ്ട യോഗ്യത എന്താ? വിശ്വസ്തതയാണ്. മാർക്കോസിന്റെ സുവിശേഷം 8:35 നമ്മൾ പറയുന്നത്, എനിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുന്നവർക്ക് ഞാനിത് സമ്മാനമായി നൽകും. ചിലപ്പോൾ മരിക്കേണ്ടി വരും. ആ ഗണത്തിൽപ്പെട്ടവരാണ് രക്തസാക്ഷികൾ. രക്തസാക്ഷികൾക്ക് എന്താ നമ്മോട് പറയാനുള്ളത്? അവരെ കർത്താവിനെ പ്രതി മരണം വരിച്ചത് അവിടുത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിച്ച് എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും. ആദിമസഭയുടെ ചരിത്രത്തിൽ 40 യുവാക്കളെക്കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഈ 40 ചെറുപ്പക്കാരെയും അറസ്റ്റ് ചെയ്യുകയാണ്. അവരെ തലവെട്ടി കൊല്ലുവാനായിട്ട് ഉത്തരവ് വരികയാണ്. ഈ 40 ചെറുപ്പക്കാരും മുൻപിൽ നിൽക്കുക. അവരെ ഈ സാഹചര്യം നേരിടേണ്ടി വന്നത് മന്ദബുദ്ധികളായതുകൊണ്ടല്ല, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അവരുടെ വിശ്വാസത്തിന് മാറ്റി ഉരച്ചു നോക്കിയപ്പോൾ ആ പ്രതിസന്ധിയുടെ നടുവിൽ അവരുടെ സ്നേഹം യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവിധങ്ങളായ സാഹചര്യങ്ങളെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോഴാണ്
കർത്താവിനോട് നമുക്ക് എന്തുമാത്രം സ്നേഹമുണ്ട്, സമർപ്പണമുണ്ട്, ഇതൊക്കെ തെളിയുന്നത്. കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുമ്പോൾ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആർക്കാ കഴിയാത്തത്? മരണത്തിന്റെ മുന്നിൽ ഈ ചെറുപ്പക്കാര് നിൽക്കുകയാണ്. ആരാച്ചാരെ വെട്ടിത്തിളങ്ങുന്ന വാളുമായിട്ട് വന്നു. ആദ്യത്തെ ചെറുപ്പക്കാരനെ വിളിച്ചു. അവനോട് ചോദിച്ചു, നീ യേശുവിനെ ഉപേക്ഷിക്കുന്നു? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കുകയില്ല. ഉടനെ ആരാച്ചാര് വാളുകൊണ്ട് അവന്റെ തല വെട്ടുകയാണ്. ഈ സമയത്ത് ഈ ആരാച്ചാരെ ഒരു ദൃശ്യം കാണുകയാണ്. ഈ വെട്ടിമാറ്റപ്പെട്ട തലയിൽ സ്വർഗം തുറക്കപ്പെടുന്നു. ഒരു കിരീടം ആ തലയിൽ വന്നിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അത് ജീവന്റെ കിരീടമാണ്. ദ ക്രൗൺ ഓഫ് ലൈഫ്. തന്റെ വിശ്വസ്തരായവർക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന കിരീടം. രണ്ടാമനെ വിളിച്ചു. അവനും പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുകയില്ല. അവന്റെ തലയിൽ വെട്ടിമാറ്റിയ തലയിൽ ഇതാ മറ്റൊരു കിരീടം വന്നിരിക്കുന്നു. ആരാച്ചാര് ലൈവായിട്ട് ഇത് കാണുകയാണ്. 39 ചെറുപ്പക്കാരെ വിളിച്ചു. 39 ചെറുപ്പക്കാരുടെയും തല വെട്ടിമാറ്റി. ആ തലകളിലെല്ലാം കിരീടങ്ങൾ വന്നിരിക്കുന്നതായി ആരാച്ചാര് കണ്ടു. 40ാമത്തെ ചെറുപ്പക്കാരൻ്റെ ഊഴമായി. അവനെ പിടിച്ചപ്പോൾ അവൻ അസ്വസ്ഥനായിക്കൊണ്ട് പറഞ്ഞു, ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുന്നു. എനിക്കിനിയും ജീവിക്കണം. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എനിക്കിനിയും ജീവിക്കണം എന്ന് പറഞ്ഞ് അവൻ യേശുവിനെ തള്ളിക്കളയുകയാണ്. ഈ സമയത്ത് തല വെട്ടിക്കൊണ്ടിരുന്ന ആരാച്ചാരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അദ്ദേഹം ശബ്ദമുയർത്തി പറയും, നീ യേശുവിനെ ഉപേക്ഷിക്കുന്നെങ്കിൽ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു, ഞാൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായി ഈ ആരാച്ചാരെ സ്വീകരിക്കുകയാണ്. പെട്ടെന്ന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റേ ആരാച്ചാരെ ഈ ആരാച്ചാരുടെ തല വെട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആരാച്ചാര് യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചത്? ആ മനുഷ്യൻ തല വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ താൻ വെട്ടിമാറ്റിയ ശിരസുകളിൽ കിരീടങ്ങൾ വന്നിരിക്കുന്നു. അതാണ് ജീവന്റെ കിരീടം. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ ജീവനേക്കാൾ അധികമായി താൻ ആരൊക്കെ മാനിക്കുന്നുവോ, തന്നോട് വിശ്വസ്തത പുലർത്തുന്നുവോ, അവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ പ്രതിഫലമാണ് ദ ക്രൗൺ ഓഫ് ലൈഫ്. എൻ്റെ സഹോദര സഹോദരി, നമുക്കിത് ലഭിക്കൂ. നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇങ്ങനെ പോയാൽ, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ പ്രതിഫലം സ്വീകരിക്കാൻ കഴിയുമോ? ഇന്ന് ഓരോ ദിവസവും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആയിരങ്ങളാണ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. ആദിമ സഭയേക്കാൾ വലിയ പീഡനത്തിലൂടെയാണ് ആധുനിക സഭ കടന്നു പോകുന്നത്. ആദിമ സഭയിലെ വിശ്വാസികൾക്ക് എന്താ നമ്മോട് പറയാനുള്ളത്? അവർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, സിംഹങ്ങൾ അവരെ കടിച്ചു കീറുമ്പോൾ, നീറോയുടെ ഉദ്യാനങ്ങളിൽ വിളക്കുമരങ്ങളായി അവരെ കുത്തി നിർത്തിയപ്പോൾ, കുരിശുമരങ്ങളായി അവരെ നാട്ടിത്തൂക്കിയപ്പോൾ അവർ കർത്താവിനോടുള്ള സ്നേഹം വിളിച്ചു പറഞ്ഞു. ആ രംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആദിമ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ. ഈറ ചക്രവർത്തി ഉത്തരവിടുകയാണ്. സിംഹങ്ങൾ ഇത് തുറന്നു വിടുന്നു. വിശ്വാസികൾ പാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. മരണത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും കർത്താവിനോട് അവർക്കുണ്ടായിരുന്ന സ്നേഹം. സിംഹങ്ങൾ കടിച്ചു കീറുകയാണ്. നൊന്ത് പ്രസവിച്ച തന്റെ കുഞ്ഞിനെ തന്റെ കയ്യിൽ നിന്ന് അസുഖം കടിച്ചു പറിച്ച് കൊണ്ടുപോകുമ്പോഴും കർത്താവിനെ പ്രതി തന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയാണ്. ഇത് ആയിരങ്ങൾ കുരിശുമരങ്ങളായി കെട്ടിത്തൂക്കപ്പെടുന്നു. അരംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നീരോടെ പൂന്തോട്ടങ്ങളിൽ വിളക്കുമരങ്ങളായി
അനേക വിശ്വാസികളെ കുത്തി നിർത്തി. തങ്ങളുടെ ശരീരം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കർത്താവിനോടുള്ള തങ്ങളുടെ സ്നേഹം ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം കർത്താവിനെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് ജീവന്റെ കിരീടം. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കിരീടമാണ് അനശ്വരമായ കിരീടം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 9-ാം അധ്യായം 25-ാമത്തെ തിരുവാക്യം. അവർ എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അവർ പ്രകാരം ചെയ്യുന്നത്. നമ്മളാകട്ടെ അനശ്വരമായ കിരീടത്തിന് വേണ്ടിയും. എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്ന ഒരു വിശ്വാസിക്ക് കർത്താവ് നൽകുന്ന കിരീടമാണ് അനശ്വരതയുടെ കിരീടം. നമുക്കറിയാം, സ്പോർട്സ് താരങ്ങൾ അവരെന്തുമാത്രം സാക്രിഫൈസ് ചെയ്യുന്നത്. ഓട്ടത്തിൽ ഒന്നാമതെത്തുവാൻ വേണ്ടി, സമ്മാനം ലഭിക്കുവാൻ വേണ്ടി അവർ അനേകം കാര്യങ്ങൾ ത്യജിക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട പല ആഹാരങ്ങൾ അവർ ഉപേക്ഷിക്കുന്നുണ്ട്. അധികം മുട്ട കഴിക്കുന്നില്ല, അധികം ഇറച്ചി കഴിക്കുന്നില്ല. അവർ കൃത്യമായ ഡയറ്റ് നോക്കുകയാണ്. കാരണം വയറ് നിറച്ച് ഇറച്ചിയും മുട്ടയൊക്കെ കടിച്ചാൽ കൊളസ്ട്രോൾ പിടിച്ച് അവർക്ക് ഓടാൻ പറ്റില്ല. ട്രാക്കിൽ നിൽക്കുമ്പോൾ അവർ കിതച്ചവിടെ വീഴും. സമ്മാനം ലഭിക്കുവാൻ വേണ്ടി അവർ ആത്മനിയന്ത്രണം പാലിക്കുകയാണ്. രാവിലെ പുതച്ചു മൂടി കിടന്നുറങ്ങേണ്ട സമയത്ത് ആ ഉറക്കം വിട്ടുകളഞ്ഞ് അവർ അതിരാവിലെ ഇത് ഓടുന്നു, ചാടുന്നു. അവർ പ്രാക്ടീസ് ചെയ്യുക. എന്തിനു വേണ്ടിയാ ഈ ത്യാഗങ്ങൾ അവർ അനുഷ്ഠിക്കുന്നത്? അവർക്ക് സമ്മാനം കിട്ടണം. പൗലോസ്ലീഹ പറയുക, നശ്വരമായ കിരീടത്തിന് വേണ്ടി അവർ ഇപ്രകാരം ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നു. അവരെല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുമ്പോൾ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ദൈവമക്കൾ അവർ എന്തുമാത്രം ഈ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകണം. അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കുന്നത് നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ആസക്തികളെ, നമ്മുടെ ജഡീകതകളെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിയന്ത്രിക്കുന്നത് അനശ്വരമായ കിരീടത്തിന് വേണ്ടിയ. ഈ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതുകൊണ്ട് സെന്റ് പോൾ ഇപ്രകാരം പറഞ്ഞത്. കൊരിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ, എൻ്റെ സമ്മാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ ഇച്ഛകളെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ മോഹങ്ങളെ, എൻ്റെ ആസക്തികളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ നിയന്ത്രിച്ച് കീഴടക്കുന്നു. പ്രിയപ്പെട്ടവരെ, സകല കാര്യങ്ങളിലും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആത്മനിയന്ത്രണം പാലിക്കുന്നവർക്ക് ദൈവം നൽകുന്ന കിരീടമാണ് അനശ്വരതയുടെ കിരീടം. സഹോദര സഹോദരി, കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നിത്യതയിൽ ഈ പ്രതിഫലം വാങ്ങുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കണം. നമ്മുടെ ആത്മീയ വളർച്ചയെ തടയുന്ന സകല പാപങ്ങളെയും എല്ലാ ആസക്തികളെയും നമുക്ക് ഇമ്പകരമായിട്ടുള്ള സകലതിനെയും വിട്ടുകളയാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് സ്വർഗം നൽകുന്നതാണ് അനശ്വരതയുടെ കിരീടം. ഞാൻ ആത്മാവിൽ പറയട്ടെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. എന്നാൽ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കരുത്. സെന്റ് അഗസ്തീനോസ് പറയുന്നുണ്ട്, സ്വർഗത്തിൽ കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ്, എന്നാൽ സ്വർഗത്തിലുള്ളവരിൽ അവരുടെ തേജസ്സുകൾക്ക് മാറ്റമുണ്ട്. പൗലോസ്ലീഹ പറയുന്നില്ലേ, സൂര്യനൊരു തേജസ്, ചന്ദ്രന് വേറൊരു തേജസ്, നക്ഷത്രങ്ങൾക്ക് മറ്റൊരു തേജസ്. ഇതുപോലെ ഈ ലോക ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും സമർപ്പണത്തിലും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കത്തിജ്വലിച്ച ആത്മാക്കള് അവർ നിത്യതയിൽ പ്രകാശിതരാകും. അവർ ദൈവിക തേജസ്സിൽ കൂടുതൽ ശോഭയുള്ളവരാകും. അപ്രകാരം ഒരു വിളിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്.
ആയതിനാൽ കിരീടം വിജയികൾക്കുള്ളതാണ്. ഈ സത്യം മനസ്സിലാക്കി ഈ ലോക ജീവിതത്തിൽ ഇതൊന്നും കെട്ടുകഥകളല്ല. ആധുനിക മനുഷ്യനെ ഇത് പഴങ്കഥയായിട്ട് തോന്നും. എന്തൊക്കെ ഈ പറയുന്നത്? ഈ മോഡേൺ വേൾഡിൽ ഇങ്ങനെയുള്ള മെസ്സേജുകളോ ഇതൊക്കെ പഴഞ്ചൻ സന്ദേശങ്ങളായി പലർക്കും അനുഭവപ്പെടാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു സത്യം മനസ്സിലാക്കുക. കർത്താവ് ഇന്ന് ഈ ദൂത് നമുക്ക് നൽകുന്നതിന്റെ കാരണം നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിത്യതയിൽ നമ്മൾ കൂടുതൽ തേജസ്സുള്ളവരായി മാറുവാനുമാണ്. ഈ രണ്ട് കിരീടങ്ങളുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിച്ചു. നമ്മുടെ ജീവിതത്തെ അതിനായിട്ട് ചിട്ടപ്പെടുത്താം. അനേകരെ നിങ്ങൾ ഈ വചനത്തായിട്ട് ഒരുക്കണം. അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കടന്നു വരണം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും എല്ലാ വിഷയങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യ കടന്നു വന്ന തിരുസാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. കിരീടങ്ങളും പ്രതിഫലങ്ങളും. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വിവിധങ്ങളായ പ്രതിഫലങ്ങളെ കുറിച്ച് ഈ ആരാധനയുടെ അത്ഭുത നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇരു കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ വിശ്വസ്തർക്ക് അങ്ങ് ഒരുക്കിയിരിക്കുന്ന പ്രതിഫലത്തിലേക്ക് കണ്ണുറപ്പിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ആത്മനിറവ് ഞങ്ങൾക്ക് നൽകണമേ. അനേകം രോഗികളെ യേശു സുഖപ്പെടുത്തുന്ന സമയം വിവിധങ്ങളായ തകർച്ചകളിലേക്ക്, പരാജയങ്ങളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യത്തെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശു നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഉണർവയക്കണമേ നാഥ, ഞങ്ങൾ ശക്തിയാൽ നിറഞ്ഞിടുവാൻ. ഉണർവയക്കണമേ നാഥ, ഞങ്ങൾ വിശുദ്ധിയാൽ നിറഞ്ഞിടുവാൻ. ശുദ്ധീകരിക്കുന്ന അഗ്നിയായി 10,000-ങ്ങളിൽ കർത്താവ് കത്തിപ്പടരുന്നു. ഈശോയെ, പ്രവർത്തിക്കണമേ. ആരാധന, ആരാധന, ആരാധന. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. യേശു നമ്മെ അനുഗ്രഹിക്കുന്ന സമയം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, എല്ലാ നിയോഗങ്ങളിലേക്കും യേശു നൽകുന്ന നന്മകളെ സ്വീകരിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യതയുടെ ദർശനം നൽകണമേ. ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. ഞങ്ങളെ അനുഗ്രഹത്തിന്റെ നിറവിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിച്ച സ്നേഹത്തിനായി, ഞങ്ങൾക്ക് നൽകിയ എല്ലാ ബോധ്യങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കിരീടങ്ങളും പ്രതിഫലങ്ങളും ഈ ശുശ്രൂഷയുടെ 3-ാം ഭാഗമാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും ശുശ്രൂഷയിലേക്ക് കടന്നു വരും. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ